Hi dear students, three-dimensional geometry എന്ന ചാപ്റ്ററിൻ്റെ 6th സെഷനിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ് ആയിരുന്നു. നിങ്ങൾക്കാകെ രണ്ട് ടൈപ്പാണ് അതിൽ പഠിക്കാനുള്ളത്, 1 point ഫോം ആൻഡ് 2 point ഫോം. അതിൽ 1 point ഫോമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. 1 point ഫോമിൽ നിങ്ങൾക്കറിയാം, ഒരു പോയിൻ്റ് തന്നിട്ടുണ്ടാവും, ക്യാപിറ്റൽ A x1 y1 z1 എന്നുള്ള മോഡലായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്ടർ ആയിരിക്കും തന്നിട്ടുണ്ടാവാം. പിന്നീട് അതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് അത് രണ്ട് രൂപത്തിൽ തരാൻ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞിട്ട് 3 നമ്പേഴ്സ് തരും, ABC, അല്ലെങ്കിൽ പാരലൽ ടു എ വെക്റ്റർ എന്ന് പറഞ്ഞിട്ട് ഡയറക്ഷൻസ് ഇങ്ങനെ ഒരു വെക്റ്ററിൻ്റെ രൂപത്തിൽ തരുന്നുണ്ട്. ഇങ്ങനെ 1 പോയിൻറ്റും 1 ഡയറക്ഷനും കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻസ് രണ്ട് രൂപത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, വെക്റ്റർ ഫോമും കാർട്ടീഷ്യൻ ഫോമും. ഫസ്റ്റ് നിങ്ങൾ കാണുന്നതാണ് വെക്റ്റർ ഫോം. വെക്റ്റർ R A പ്ലസ് ലാംഡ ബി. ഇതിൽ ഈ എ എന്ന് പറയുന്ന വെക്റ്ററാണ് പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്ററാണ്. ഓക്കെ, ക്യാപിറ്റൽ A എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്ററാണ് വെക്റ്റർ A. പിന്നെ ലാംഡ പ്ലസ് ലാംഡ ബി. ബി എന്ന് പറയുന്നത് ഡയറക്ഷൻസ് ഓഫ് ദി ലൈനാണ്, ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദി ലൈൻ, അല്ലെങ്കിൽ പാരലൽ വെക്റ്റർ എന്നൊക്കെ പറയാം. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ അറിയേണ്ടത്, വെക്റ്റർ എയും വെക്റ്റർ ബിയും. A പ്ലസ് ലാംഡ ബി എന്നുള്ള രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ വെക്റ്റർ ഇക്വേഷൻ ഓഫ് ലൈനായി. രണ്ടാമത്തത് കാർട്ടീഷ്യൻ ഫോമാണ്. ഇതിലെഴുതുമ്പോൾ എഗെയിൻ രണ്ട് ഇൻഫർമേഷൻസ് ആണ് വേണ്ടത്. ഒന്ന് പോയിൻറ്റ്, അത് ഇവിടെ ഫില്ല് ചെയ്യണം. x1 y1 z1 എന്നുള്ള പൊസിഷനിൽ നമ്മൾ പോയിൻ്റ് ഫില്ല് ചെയ്യും. താഴെ x മൈനസ് x1 ബൈ a എന്നുള്ളതിൻ്റെ ഈ താഴെ വരുന്ന ഭാഗം ABC ആണ്, ഡയറക്ഷൻസ് ഓഫ് ദി ലൈൻ, ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദി ലൈൻ എന്ന് പറയും, അല്ലെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദി പാരലൽ വെക്ടർ എന്നെല്ലാം പറയും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇവിടെ ഫൈൻഡ് ദി വെക്റ്റർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദി പോയിൻറ്റ് 5 2 - 4 വിച്ച് ഈസ് പാരലൽ ടു ദി വെക്റ്റർ 3i പ്ലസ് 2j മൈനസ് 2k എന്ന് 8k എന്നാണ്. അപ്പോൾ വെക്റ്റർ ഇക്വേഷൻ നമുക്കറിയാം, എല്ലാവർക്കും കാണാതെ അറിയണം. വെക്റ്റർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെക്റ്റർ R A പ്ലസ് ലാംഡ ബി എന്നാണ്, A പ്ലസ് ലാംഡ ബി. ഇവിടെ നമുക്ക് വെക്റ്റർ എയും വെക്റ്റർ ബിയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ഇതിൻ്റെ ആൻസർ കഴിഞ്ഞു. വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് തന്നിട്ടില്ലേ, പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടറാണ്. ഓക്കെ, ഇവിടെ പോയിൻ്റ് ഏതാണ്, 5 2 - 4. അതിൻ്റെ പൊസിഷൻ വെക്ടർ എങ്ങനെ എഴുതും? ഈ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ നമ്മൾ പഠിച്ചല്ലോ, IJK കൂട്ടിച്ചേർത്ത് എഴുതിയാൽ മതി, 5i പ്ലസ് 2j മൈനസ് 4k. ഓക്കെ, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷനാണ് അല്ലേ, ഡയറക്ഷൻ എവിടുന്നാണ് കിട്ടുക, വിച്ച് ഈസ് പാരലൽ ടു ദി വെക്ടർ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് ഡയറക്ഷൻ, അത് ഡയറക്റ്റായിട്ട് വെക്ടറായിട്ട് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ വെക്ടർ ബി ആണ് നിങ്ങളിവിടെ കാണുന്ന 3i പ്ലസ് 2j മൈനസ് 5k. സോ വെക്ടർ എ ഈസ് വാട്ട്, എ ഈക്വൽ ടു 5i പ്ലസ് 2j മൈനസ് 4k. എപ്പോഴും ഈ വെക്റ്റർ എ നിങ്ങൾ പോയിൻറ്റുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ ഡയറക്ഷനുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ വെക്റ്റർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3i പ്ലസ് 2j മൈനസ് 8k. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ആൻസർ എഴുതാം. ജസ്റ്റ് ഈ വെക്റ്റർ എയും വെക്റ്റർ ബിയും ഇവിടെ റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ വെക്റ്റർ ഇക്വേഷനായി. ഓക്കെ, സോ വെക്റ്റർ ഇക്വേഷൻ ഇസ് വാട്ട്, R ടു 5i പ്ലസ് 2j മൈനസ് 4k പ്ലസ് ലാംഡ ഇൻറ്റു 3i പ്ലസ് 2j മൈനസ് 8k. ഇതിന് പറയുന്ന പേരാണ് വെക്റ്റർ ഇക്വേഷൻ ഓഫ് ദി ലൈൻ. കംപ്ലീറ്റും ഇതിൽ വെക്ടറാണ്, കണ്ടില്ലേ, വെക്ടർ R, വെക്ടർ ഫുള്ള് വെക്ടറാണ്, ഒരു ലാംഡ മാത്രമേ അതിൽ സ്കെലർ ആയിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കാർട്ടീഷ്യൻ ഫോം എഴുതണം. കാർട്ടീഷ്യൻ ഫോം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് കാർട്ടീഷ്യൻ ഫോം? x മൈനസ് x1 ബൈ a ഈക്വൽ ടു y മൈനസ് y1 ബൈ b ഈക്വൽ ടു z മൈനസ് z1 ബൈ c. ഇതെല്ലാവരും കാണാതെ അറിഞ്ഞിരിക്കണം. x മൈനസ് x1 ബൈ a ഈക്വൽസ് y മൈനസ് y1 ബൈ b ഈക്വൽസ് z മൈനസ് z1 ബൈ c. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. ഒന്ന് പോയിൻറ്റ്, x1 y1 z1 ആണ് പോയിൻറ്റ്, നമുക്കറിയാം, അത് ഇവിടെ തന്നിട്ടുണ്ട്, 5 2 - 4 ആണ് അല്ലേ, 5 2 - 4. അപ്പോൾ x1ൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതണം, 5, y1ൻ്റെ സ്ഥാനത്ത് 2, z1ൻ്റെ പൊസിഷനിൽ -4. ക്ലിയർ? ഇനി ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദി ലൈനാണ്. അപ്പോൾ ഡയറക്ഷൻസ് എവിടെ നിന്നാണ് കിട്ടുക? ഇതാ ഡയറക്ഷൻ ഉണ്ടല്ലേ, പാരലൽ ടു ദി വെക്ടർ എന്ന് പറഞ്ഞത് കൊണ്ട് ഈ 3 നമ്പേഴ്സ് 3 2 - 8 ആണ് ഇവിടുത്തെ ABC. 3 2 - 8 വെക്ടർ ഫോമിൽ തന്നു എന്ന് മാത്രം, അതിനെ നമ്മൾ നമ്പേഴ്സ് മാത്രം കളക്ട് ചെയ്തു, 3 2 - 8. ഇതാണ് ABC. ഇനി നമ്മൾ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടി. എന്താണ് ആൻസർ? എക്സ് മൈനസ്, പറഞ്ഞു നോക്കൂ, എക്സ് മൈനസ് 5. ഇതെങ്ങോട്ട് നോക്കിയാൽ മതി, എക്സ് മൈനസ് 5 ഡിവൈഡ് ബൈ 3 ഈക്വൽസ് y മൈനസ് 2
divided by minus 2 equals z plus 4 divided by minus 8. എല്ലാം റെഡി അല്ലേ? ഇതാണ് x1, y1, z1. ക്ലിയർ? z1 മൈനസ് 4 ആയതുകൊണ്ടാണ് ഇവിടെ പ്ലസ് 4 എന്ന് വന്നത്. ഓക്കെ, ഇവിടെ എ ബി സി ഡയറക്ഷൻസ് എപ്പോഴും ഈ ഡിനോമിനേറ്ററിൻ്റെ ഭാഗത്തായിരിക്കും ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എങ്ങനെ ചെയ്യാം? ഫൈൻഡ് ദി വെക്റ്റർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദി പോയിന്റ് 1, 2, 3 വിച്ച് ഈസ് പാരലൽ ടു ദി വെക്റ്റർ 3i പ്ലസ് 2j മൈനസ് 2k അല്ലേ? ഇവിടെ പോയിന്റ് 1, 2, 3 അല്ലേ? ഈ പോയിന്റിന് നമ്മൾ വെക്റ്റർ ആക്കി എഴുതും. വെക്റ്റർ എ i പ്ലസ് 2j പ്ലസ് 3k എന്ന് എഴുതും. ഓക്കെ, ബി ആയിട്ട് എന്ത് എഴുതും? 3i പ്ലസ് 2j. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 14 ചെയ്ത അതേ മോഡൽ നിങ്ങൾ തൊട്ട് ബാക്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 15 എന്ന് എഴുതിയിട്ട് നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കാർട്ടീഷ്യൻ ഫോം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വെരി ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ? എങ്ങനെ കാർട്ടീഷ്യൻ ഫോം എഴുതാം? എക്സ് മൈനസ് എക്സ് വൺ ബൈ എ, ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതാം. എക്സ് മൈനസ് എക്സ് വൺ ബൈ എ എങ്ങനെ എഴുതും? എക്സ് മൈനസ് പോയിൻ്റ് ഏതാ? അവിടെ 1 അല്ലേ? 1 ഡിവൈഡ് ബൈ അല്ലേ വൈ മൈനസ് 2 ഡിവൈഡ് ബൈ സെഡ് മൈനസ് 3 ഡിവൈഡ് ബൈ, ഇവിടെ പോയിൻ്റ് കൊടുത്തു, ഡയറക്ഷൻസ് ഇവിടെ കൊടുക്കണം. ഇതാണ് ഡയറക്ഷൻ ഉണ്ടോ? 3, 2, -2, 3, 2, -2 ഇത്ര എഴുതി കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ ഫോമായി. വെക്റ്റർ ഇക്വേഷൻ എങ്ങനെ എഴുതും? r = a പ്ലസ് ലാംഡ ബി എന്ന് എഴുതിയിട്ട് ശേഷം നിങ്ങളൊന്ന് എഴുതി നോക്കാം. അവിടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 16. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ ത്രൂ ദി പോയിന്റ് വിത്ത് പൊസിഷൻ വെക്റ്റർ 2i minus j plus 4k and is in the direction of i plus 2j minus k. ക്ലിയർ ആണല്ലോ? ഇവിടെ പോയിന്റ് തന്നെ പൊസിഷൻ വെക്റ്റർ ആയിട്ട് തന്നിട്ടുണ്ട്. ഇതാണ് പോയിന്റ്. അപ്പോൾ ഇതാണ് വെക്റ്റർ എ. വെക്റ്റർ എ വളരെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇതാണ് വെക്റ്റർ ബി. ഇപ്പോൾ എയും ബിയും തന്നാൽ നമുക്ക് വെക്റ്റർ ഇക്വേഷൻ എഴുതാം. അവിടെ ഇക്വേഷനെ പറഞ്ഞിട്ടുള്ളൂ, ഏത് ഫോമാണെന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് രണ്ട് ഫോം എഴുതാൻ നോക്കാം അല്ലേ? നോക്കൂ നിങ്ങൾ, വെക്റ്റർ ഇക്വേഷനാണ് r = a പ്ലസ് ലാംഡ ബി. അതിൽ എ എന്ന് പറഞ്ഞാൽ പോയിന്റ് ആണ്. അപ്പം പോയിന്റിൻ്റെ പൊസിഷൻ വെക്റ്റർ കണ്ടില്ലേ? പോയിന്റ് വിത്ത് പൊസിഷൻ വെക്റ്റർ. അപ്പോൾ ഇതാണ് വെക്റ്റർ എ. സോ വെക്റ്റർ എ ഈസ് 2i minus j plus 4k. What is vector b? Vector b the direction കണ്ടില്ലേ? So vector b is i plus 2j minus k. So just substitution കൊടുത്തു കഴിഞ്ഞാൽ r = a plus lambda b. ഒന്നും ചെയ്യാനില്ലല്ലോ. 2i minus j plus 4k plus lambda into i plus 2j minus k. ക്ലിയർ ആണല്ലോ? ഇനി കാർട്ടീഷ്യൻ ഫോം എഴുതണം. കാർട്ടീഷ്യൻ ഫോം നമുക്കറിയാം. ഇപ്പോൾ തന്നെ അങ്ങ് പഠിച്ചോളൂ. എക്സ് മൈനസ് എക്സ് വൺ ബൈ എ വൈ മൈനസ് വൈ വൺ ബൈ ബി = സെഡ് മൈനസ് സെഡ്. ഇതാണ് 3Dയിലെ ഒരു ഇക്വേഷൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ്റെ. ഇവിടെ നമ്മൾ പോയിന്റ് സെലക്ട് ചെയ്യണം. ഏതാ പോയിന്റ്? ഇതാ പോയിന്റ്. നോക്കൂ, 2 - 1 4 ആണ്. പോയിന്റിൻ്റെ പൊസിഷൻ വെക്റ്റർ നമ്മൾ സെലക്ട് ചെയ്യണം. 2 - 1 4. അപ്പോൾ ഇവിടെ 2 - 1 4 എന്ന് കൊടുക്കണം. താഴെ എ ബി സി ഉള്ളിടത്ത് എന്ത് കൊടുക്കണം? 1 2 - 1 കൊടുക്കണം. അപ്പോൾ പോയിന്റ് ആയിട്ട് നമ്മൾ 2 - 1 4 സെലക്ട് ചെയ്തു. ഡയറക്ഷൻ റേഷ്യോസ് ആയിട്ട് എന്ത് സെലക്ട് ചെയ്യണം? 1 2 - 1. ഇതാ 1 2 - 1. ഇനി നമുക്ക് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ ആൻസർ. യെസ്, എക്സ് മൈനസ് ഇവിടെ 2 എന്ന് കൊടുക്കും അല്ലേ? എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ 1 ഈക്വൽ ടു വൈ മൈനസ് വൈ 1 അല്ലേ? വൈ പ്ലസ് 1 ബൈ 2 സെഡ് മൈനസ് 4 ഡിവൈഡ് ബൈ -1 എന്നാണ് ആൻസർ ഉണ്ടാവും. ഇതായിരിക്കും ആൻസർ. എക്സ് മൈനസ് 2 എക്സ് മൈനസ് എക്സ് 1 ബൈ എ വൈ മൈനസ് -1 അതാണ് ഇത്. സെഡ് മൈനസ് 4 ഡിവൈഡ് ബൈ 4. ഇപ്പോൾ പോയിന്റ് ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ വരും. ഇവിടെ എക്സ് മൈനസ് വൈ മൈനസ് സെഡ് മൈനസ്, അവിടെയാണ് പോയിന്റ് വരിക, താഴെയാണ് ഡയറക്ഷൻ വരിക. ഓക്കെ, the vector equation of a line is r = 3i plus 2j minus 8k plus lambda into minus i plus 2j minus 3k. റൈറ്റ് ഇറ്റ്സ് കാർട്ടീഷ്യൻ ഫോം എന്നാണ്. അപ്പോൾ കാർട്ടീഷ്യൻ ഫോം എഴുതുമ്പോൾ നമുക്ക് പോയിന്റ് ആവശ്യമുണ്ട് അല്ലേ? പോയിന്റ് ഏതാ? ഇവിടുത്തെ പോയിന്റ് ഏതാണ്? 3 2 -8 ആണ് പോയിന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പോയിന്റ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്താണെന്ന് കിട്ടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ നിന്ന് പോയിന്റും ലാംഡയുടെ കൂടെ ഡയറക്ഷനും കിട്ടും അല്ലേ? ഇവിടെ എ ബി സി നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ്? ഇവിടുത്തെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എ ബി സി അല്ലേ? എ ബി സി എന്തായിരിക്കും? ഇവിടെ -1 കണ്ടില്ലേ? -1 2 -3 ഇതിന് പറയുന്ന പേരാണ് ഡയറക്ഷൻ റേഷ്യോസ്. ഇത് രണ്ടും കിട്ടിയാൽ നമുക്ക് കാർട്ടീഷ്യൻ ഫോം എഴുതാമല്ലോ. എങ്ങനെ കാർട്ടീഷ്യൻ ഫോം എഴുതുക? യെസ്, എക്സ് മൈനസ് ഇങ്ങനെ എഴുതുമല്ലോ. എക്സ് മൈനസ് ഇവിടെ പോയിന്റ് എഴുതി ഡിവൈഡ് ബൈ എ ഈക്വൽസ് വൈ മൈനസ് പോയിന്റ് ഏതാ? 2 അല്ലേ? 2 ഡിവൈഡ് ബൈ 2 ഈക്വൽസ് z മൈനസ് z1 ഏതാ? z1 -8 ആണ് അല്ലേ? അപ്പോൾ +8 ഡിവൈഡ് ബൈ -3. വളരെ എളുപ്പമല്ലേ കാർട്ടീഷ്യൻ ഫോം? നോക്കൂ നിങ്ങൾ അല്ലേ? അപ്പോൾ നമുക്കിത് വൃത്തിയായിട്ട് എഴുതി വെക്കാം. നോക്കൂ, ഹിയർ ദ പോയിന്റ് ഓൺ ദിസ് ലൈൻ ഈസ് യെസ് 3 2 -8 ശരിയല്ലേ? 3 2 -8 പോയിന്റ് എപ്പോഴും ഇവിടെ നിന്നാണ് കിട്ടുക കേട്ടോ, മറക്കരുത് പോയിന്റ്.
ഡയറക്ഷൻ റേഷ്യോസ് എന്താണ്? ഡയറക്ഷൻ റേഷ്യോസ് ഈസ് -1 2. ലാംഡയുടെ കൂടെ ആയിരിക്കും എപ്പോഴും ഡയറക്ഷൻസ് ഉണ്ടാവുക. -1 2 -3. ഇനി നമ്മൾ പോയിന്റ് ഈ ഇക്വേഷൻ എഴുതുന്നു. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഈസ് x മൈനസ്, നേരത്തെ നമ്മൾ എഴുതി അല്ലേ, x മൈനസ് x1. ഏതാ x1? ഇതല്ലേ 3 ഡിവൈഡ് ബൈ a. എന്താണ്? ഇതാണ് a, മറക്കരുത്. ഇതാണ് ABC. ഡയറക്ഷൻ റേഷ്യോസിനാണ് എപ്പോഴും ABC എന്ന് പേര് കൊടുക്കുക. ഇതാണ് x1 y1 z1. x മൈനസ് 3 ഡിവൈഡ് ബൈ -1 ഈക്വൽസ് y മൈനസ് 2 ഡിവൈഡ് ബൈ 2 ഈക്വൽസ് z പ്ലസ് 8 ഡിവൈഡ് ബൈ -3. ക്ലിയർ ആണല്ലോ? അപ്പോൾ വെക്റ്റർ ഇക്വേഷനിൽ നിന്ന് കാർട്ടീഷ്യൻ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതാ x1 y1 z1 ഇവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ABC ഇവിടുന്ന് കിട്ടും. അത് ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെക്റ്റർ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് ദിസ് വൺ, റൈറ്റ് ഇറ്റ്സ് കാർട്ടീഷ്യൻ ഫോം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഓക്കെ, ഈ നമ്പർ എഴുതുന്നു. ഇതിന് തുടർച്ചയായിട്ട് ക്ലാസ്സിനെ തുടർന്ന് തന്നെ നിങ്ങൾ എഴുതിക്കോളൂ, കൂട്ടത്തിൽ തന്നെ എഴുതിക്കോളൂ. ഇവിടെ പോയിൻ്റായിട്ട് ഏതെടുക്കാം നമ്മൾ? യെസ്, -1 1 2 ആണ് ഇവിടുത്തെ പോയിൻറ്റ്. ഇതാണ് പോയിൻറ്റിന് എപ്പോഴും നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കും അല്ലേ. ഡയറക്ഷൻസ് ഏതൊക്കെയാണ്? ABC അല്ലേ. A = 1 ആണ്, B = 2, C = 3. ഇതാ 1 2 3. ഇതാണ് ഡയറക്ഷൻസ്. പോയിൻറ്റ് -1 1 2. അപ്പോൾ നമ്മുടെ വെക്റ്റർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. കാർട്ടീഷ്യൻ ഫോം എങ്ങനെ എഴുതും? യെസ്, x മൈനസ് x1 പ്ലസ് 1 ഡിവൈഡ് ബൈ 1 ഇസ് ഈക്വൽ ടു, അങ്ങനെ നിങ്ങൾ എഴുതി നോക്കുക കേട്ടോ. y മൈനസ് 1/2 ഇസ് ഈക്വൽ ടു z മൈനസ് 2 ഡിവൈഡ് ബൈ 3. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഹോംവർക്കാണ്, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. പോയിൻ്റ് കിട്ടുന്ന സ്ഥലം ഇവിടെയാണെന്ന് മനസ്സിലാക്കുക. ഡയറക്ഷൻ റേഷ്യോസ് കിട്ടുന്ന പൊസിഷൻ ഇവിടെയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് വാല്യൂസ് കറക്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ ആൻസർ കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് x plus 3 divided by 2 equal to y minus 5/4 is equal to z plus 6/2. Write the direction ratios of the line എന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ ഡയറക്ഷൻ റേഷ്യോസ് എവിടെ നിന്ന് കിട്ടും? ഇതാ ഡയറക്ഷൻ റേഷ്യോസ് 2 4 2. അതിന് പറയുന്ന പേരാണ് ഡയറക്ഷൻ റേഷ്യോസ്. ഓക്കെ, 2 4 2. അതോടുകൂടി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കഴിഞ്ഞു. 2, റൈറ്റ് ഇറ്റ്സ് വെക്റ്റർ ഫോം എന്നാണ്. വെക്റ്റർ ഫോം എഴുതാൻ എന്തൊക്കെ ആവശ്യമുള്ളത്? വെക്റ്റർ എയും വെക്റ്റർ ബിയും ആവശ്യമുണ്ട് അല്ലേ. വെക്റ്റർ എ എവിടെ നിന്നാണ് കിട്ടാം? വെക്റ്റർ എ കിട്ടണമെങ്കിൽ നമുക്ക് പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്യണം. ഏതാ ഇവിടുത്തെ പോയിൻ്റ്? യെസ്, -3 5 -6. ഇതാണ് ഈ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ്. എക്സ് മൈനസ് എന്നല്ലേ വരേണ്ടത്? എക്സ് മൈനസ് x1 ആണ്, y മൈനസ് y1, z മൈനസ് z1 ആണ്. അപ്പോൾ മൈനസിൻ്റെ ശേഷം വരുന്ന നമ്പേഴ്സാണ് പോയിൻ്റായിട്ട് വരിക. -3 5 -6. ഇതിന് നമ്മൾ വെക്റ്റർ എ ആയിട്ട് എഴുതണം. എങ്ങനെ വെക്റ്റർ എ എഴുതുക? വെക്റ്റർ എ ഇസ് ഈക്വൽ ടു ഈ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ -3i പ്ലസ് 5j -6k, i j k കൂട്ടിച്ചേർത്ത് എഴുതിയാൽ അങ്ങനെ വരും. അപ്പോൾ ഇതാണ് വെക്റ്റർ എ, -3i പ്ലസ് 5j -6k. ശരിയാണല്ലോ? പിന്നെ വെക്റ്റർ ഫോമല്ലേ ചോദിച്ചത്. ഇപ്പോൾ വെക്റ്റർ ബി എഴുതണം. എന്താ വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ? വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻസ് ആണ്. എഴുതുന്ന ഡയറക്ഷൻസ് കിട്ടുക. ഏതാ ഡയറക്ഷൻസ് ഇവിടെ ഉണ്ടല്ലോ, അതിനെ വെക്റ്റർ ആക്കി എഴുതണം. അപ്പോൾ എന്ത് കിട്ടും? 2i s 4j പ്ലസ് 2k എന്ന് കിട്ടും അല്ലേ. അതാണ് വെക്റ്റർ ബി. ഇവിടെ എഴുതിയിട്ടുണ്ട് 2i പ്ലസ് 4j പ്ലസ് 2k. ഡയറക്ഷൻസായി, പോയിൻ്റായി. പോയിൻ്റ് എപ്പോഴും ഈ എക്സ് മൈനസ് വൈ മൈനസ് സെഡ് മൈനസിൻ്റെ ശേഷമാണ് കിട്ടുക. ഇനി വാട്ട് ഈസ് വെക്റ്റർ ഇക്വേഷൻ? നമുക്കറിയാലോ, r is equal to a പ്ലസ് ലാംഡ ബി. എയും ബിയും ഇവിടെ റെഡിയാണ്. എ റെഡിയാണ്, റെഡിലി അവൈലബിൾ ആണ്. എയും ബിയും റെഡിയാണ്. അത് ഇവിടെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. r is equal to -3i പ്ലസ് 5j -6k പ്ലസ് ലാംഡ ഇൻറ്റു 2i പ്ലസ് 4j പ്ലസ് 2k. ക്ലിയർ? അപ്പോൾ ഇവിടെ ഡയറക്ഷൻസ് വളരെ ഈസിയാണ്. അത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. വെക്റ്റർ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ r is equal to a പ്ലസ് ലാംഡ ബി എന്ന് എഴുതണം. ഓക്കെ, കാർട്ടീഷ്യൻ ഫോമിൽ എപ്പോഴും എക്സും വൈയും നമ്പേഴ്സും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. വെക്റ്റർ ഫോമിൽ കംപ്ലീറ്റ് വെക്റ്റേഴ്സ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 20. റൈറ്റ് ദി വെക്റ്റർ ഇക്വേഷൻ ഓഫ് ദി ലൈൻ x മൈനസ് 5/3 is equal to y പ്ലസ് 4/7 is equal to z മൈനസ് 6/2. ഇത് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. വെക്റ്റർ ഫോം എഴുതാൻ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? വെക്റ്റർ എ ആവശ്യമുണ്ട്, അതുപോലെ വെക്റ്റർ ബിയും ആവശ്യമുണ്ട്. വെക്റ്റർ എ എവിടെ നിന്നാണ് കിട്ടുക? പോയിൻ്റ് നോക്കിയിട്ട് എഴുതണം. ഇവിടുത്തെ പോയിൻ്റ് നോക്കൂ. ഏതാ പോയിൻ്റ്? 5 s 5 -4 6 ആണ് ഇവിടുത്തെ പോയിൻറ്റ്. ഈ പോയിൻറ്റിനെ നിങ്ങൾ ഇവിടെ വെക്റ്ററാക്കി എഴുതണം. അറിയാലോ, 5i - 4j + 6k. വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ ഡയറക്ഷനാണ്. ഡയറക്ഷൻ എവിടെ നിന്ന് കിട്ടും? 372. 372നെ നമ്മൾ എന്ത് ചെയ്യണം? വെക്റ്ററാക്കി എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതും? 3i പ്ലസ് 7j പ്ലസ് 2k എന്ന് എഴുതിയാൽ വെക്റ്റർ ബി ആയി. വെക്റ്റർ എ ഇവിടെ പോയിൻറ്റിനെ പൊസിഷൻ വെക്റ്ററിനെ വെക്റ്ററാക്കി എഴുതുന്നു, പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്ററാക്കി എഴുതുന്നു, ബി എഴുതുന്നു. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷൻ എഴുതുന്നു. r is equal to a പ്ലസ്
ലാംഡ. ഇതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് നോക്കിയാൽ തന്നെ ആൻസർ കിട്ടും. എ ഇവിടെ നിന്ന് കിട്ടുന്നു, ബി ഇവിടെ നിന്ന് കിട്ടുന്നു, ആൻസർ എഴുതുന്നു. ഓക്കെ, ട്രൈ. Question number 22. Find the equation of line through the points -2, 4, 5 and parallel to this line. ഓക്കെ, ഇവിടെ പോയിന്റ് റെഡിയാണ് അല്ലേ, പോയിന്റ് റെഡി ആയിട്ടുണ്ട്. പാരലൽ ടു ദിസ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇക്വേഷനെ പറഞ്ഞിട്ടുള്ളൂ, ഏത് ഫോമാണെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള ഫോമിൽ ആൻസർ എഴുതാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പോയിന്റ് എഴുതി -2, 4, 5 റെഡി ആയിട്ട് എഴുതി. ഈ ലൈനിൻ്റെ തന്നിരിക്കുന്ന ലൈനിൻ്റെ ഡയറക്ഷൻസ് എന്താണ്? ഇത് അവിടെ നിന്ന് കിട്ടും 3, 5, 6 അല്ലേ, അതാണ് തന്നിരിക്കുന്ന ലൈനിൻ്റെ ഡയറക്ഷൻസ്. പക്ഷെ തന്നിരിക്കുന്ന ലൈൻ ഈ നമുക്കിവിടെ കാണേണ്ട ലൈനിന് പാരലൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കാണേണ്ട ലൈനിൻ്റെ ഡയറക്ഷനും സെയിം ആയിരിക്കും, 3, 5, 6 തന്നെ ആയിരിക്കും. ഓക്കെ, പാരലൽ ലൈൻസിന് സെയിം ഡയറക്ഷൻ റേഷ്യോസ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി നമുക്ക് ഇക്വേഷൻ കാണണം അല്ലേ. ഇക്വേഷൻ ഓഫ് ലൈൻ നമ്മൾ കാർട്ടീഷ്യൻ ഫോമിലാണ് എഴുതുന്നത്. എങ്ങനെ കാർട്ടീഷ്യൻ ഫോമിൽ എഴുതും? യെസ്, പോയിന്റ് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ പോയിന്റ് തന്നെ മതി, നമുക്ക് സെയിം പോയിന്റ് മതി, x-2 എന്നുള്ള ഈ പോയിന്റ് തന്നെ സെലക്ട് ചെയ്യുന്നു. ഡയറക്ഷൻസ് മാത്രം മാറ്റിക്കൊടുക്കും. ഡയറക്ഷൻസ് 3, 5, 6 ഡയറക്ഷൻസ് മാറുന്നില്ല, പ്രശ്നമില്ല, പോയിന്റ് മാത്രം മാറ്റിക്കൊടുത്താൽ ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇതിന് പാരലൽ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻസ് 3, 5, 6 കാണേണ്ടതും 3, 5, 6. അപ്പോൾ ഇത് സെയിം ആയിരിക്കും. ഈ പോയിന്റ് മാത്രം അങ്ങ് മാറ്റിക്കൊടുക്കും. ഈ 5, 4, ഈ 6 അല്ലേ, അതിന് പകരം നമ്മൾ ഈ പോയിന്റ് കൊടുക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും ആൻസർ? x-2 കൊടുക്കും. അപ്പോൾ +2 ആയി അല്ലേ, x+2 ഡിവൈഡ് ബൈ ഡയറക്ഷൻസ് സെയിം അല്ലേ, 3, y-4 ഡിവൈഡ് ബൈ 5, ലാസ്റ്റ് z-5 ഡിവൈഡ് ബൈ 6. ഡയറക്ഷൻസ് സെയിം ആയിരിക്കും, കാരണം ഇവിടെ ഡയറക്ഷൻസ് പാരലൽ ആയതുകൊണ്ട് സെയിം ആയിരിക്കും. പോയിന്റ് മാത്രം ഈ 5 ഇത് മാറ്റി കൊടുത്താൽ ആൻസർ ലഭിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ x+2/3 = y-4/5 = z-6 ഡിവൈഡ് ബൈ 6. -6 അല്ല, z-5 ആണ് കേട്ടോ. ഇത് 5 ആക്കണം. പോയിന്റ് നോക്കൂ, -2, 4, 5 എന്നല്ലേ. അപ്പം -2, -4 ഇവിടെ z-5 ഡിവൈഡ് ബൈ 6. ഡയറക്ഷൻസ് നോ ചേഞ്ച്. പോയിന്റ്, ഈ പോയിന്റ് മാത്രം നമ്മൾ മാറ്റി കൊടുത്തു. ഈ പോയിന്റാണ് കൊടുക്കേണ്ടത്. ഓക്കെ, പോയിന്റിൻ്റെ സ്ഥാനത്ത് -2, 4, 5 ആണ് കൊടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ ത്രൂ ദി പോയിന്റ് 2, -1, 3 ആൻഡ് പാരലൽ ടു ദിസ് ലൈൻ. നമുക്ക് ആൻസർ പറയാൻ പറ്റും ഡയറക്റ്റ് ആയിട്ട്. ഇവിടെ പോയിന്റ് റെഡിയാണ് അല്ലേ, പോയിന്റ് റെഡിയാണ്, x1, y1, z1 റെഡിയാണ്. ഈ ലൈനിന് പാരലൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയറക്ഷൻസ് റെഡിയാണ്. ഇതാണ് ഡയറക്ഷൻ റേഷ്യോസ് A, B, C. A എന്ന് പറഞ്ഞാൽ 2, B 3, C -5. ഇതാണ് x1, y1, z1. ആൻസർ ഒന്ന് പറഞ്ഞു നോക്കൂ. എസ് x-, x1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ, x-x1/a ഈക്വൽസ് യെസ് y-y1 ഡിവൈഡ് ബൈ 3 ഈക്വൽസ് z-z1 എന്ന് പറഞ്ഞാൽ പോയിന്റിലേക്ക് തന്നെ നോക്കണേ, ഡിവൈഡ് ബൈ c എന്ന് പറഞ്ഞാൽ -5. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ഇതിന് വെക്റ്റർ ഫോം ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതണം? വെക്റ്റർ ഫോം ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എഴുതാം. നമുക്ക് നോക്കാം. ഞാൻ ഒന്നുകൂടി പറയാം, നോക്കൂ. ഇവിടെ വെക്റ്റർ എ എഴുതി, ഇത് വെക്റ്റർ ഫോമിലാണ് എഴുതുന്നത്. വെക്റ്റർ എ എഴുതി, വെക്റ്റർ എ എഴുതേണ്ടത് പോയിന്റ് നോക്കിയിട്ട് എഴുതണം. ഇതാ 2, -1, 3 നമ്മൾ വെക്റ്ററാക്കി എഴുതി. ബി എവിടുന്നാണ് കിട്ടുക? ഇതാ ഡയറക്ഷൻസ്, ഈ ഡയറക്ഷനിൽ നമുക്ക് വെക്റ്റർ ബി കിട്ടും. വെക്റ്റർ ബി എഴുതി 2i + 3j - 5k, അതാണ് വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ. ഇതാണ് ആക്ച്വലി വെക്റ്റർ ബി. ഓക്കെ, അപ്പോൾ കാർട്ടീഷ്യൻ ഫോം നമുക്ക് എഴുതാം. ഡയറക്ഷൻ ഓഫ് ഗിവൺ ലൈനും റിക്വയർഡ് ലൈനും സെയിം ആണ് അല്ലേ, പാരലൽ ആയതുകൊണ്ട് വെക്റ്റർ ഇക്വേഷൻ ഈസ് r = a + λb. ക്ലിയർ അല്ലേ? വെക്റ്റർ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. r = a + λb എന്നെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലേ. ജനറൽ ഫോം എഴുതിയിട്ട് എയുടെ വാല്യൂ കൊടുക്കുന്നു, ബിയുടെ വാല്യൂ കൊടുക്കുന്നു. എ എവിടെ നിന്നാണ് കിട്ടുക? പോയിന്റിൽ നിന്നാണ് എപ്പോഴും എ എഴുതേണ്ടത്. ഡയറക്ഷനിൽ നിന്നാണ് നമ്മൾ വെക്റ്റർ ബി എഴുതേണ്ടത്. ഇവിടെ പാരലൽ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നിരിക്കുന്ന ലൈനിൻ്റെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും കാണേണ്ട ലൈനിൻ്റെയും ഡയറക്ഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി കാർട്ടീഷ്യൻ ഫോം ചോദിച്ചാൽ എഴുതാൻ പറ്റും. എങ്ങനെ കാർട്ടീഷ്യൻ ഫോം നേരത്തെ എഴുതിയിരുന്നു? എന്തായിരുന്നു? x - x1 ഡിവൈഡഡ് ബൈ a. എന്ന് പറഞ്ഞാൽ ഇതാണ് 2 ഈക്വൽസ് y - y1 ഡിവൈഡ് ബൈ 3 ഈക്വൽസ് z - 3 ഡിവൈഡ് ബൈ -5. ഇങ്ങനെ കാർട്ടീഷ്യൻ ഫോം എഴുതാൻ പറ്റും. ഇവിടെ ഏത് ഫോമാണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോമിൽ ആൻസർ എഴുതാം. വെക്റ്റർ ഇക്വേഷനാണ് ഞാനിവിടെ പ്രിഫർ ചെയ്തത്, കാരണം ഇവിടെ വെക്റ്റർ ഫോമിൽ ഇവിടെ തന്നതുകൊണ്ട് മാത്രം. ഈ ഒരു 2i + 3j - 5k വെക്റ്ററിലാണ്. ഇത് മാത്രം നമുക്ക് വെക്റ്ററിലേക്ക് മാറ്റി കൊടുത്താൽ മതി.
ഓക്കെ, കാർട്ടീഷ്യൻ ഫോം ചോദിച്ചാലും ആൻസർ എഴുതാം, ഏത് ഫോമിലും ആൻസർ എഴുതാവുന്നതാണ്. പ്രത്യേകം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ആൻസർ എഴുതാം. അവിടെ എഴുതിയിട്ടുണ്ട് ആൻസർ. കാർട്ടീഷ്യൻ ഫോം ഇവിടെ എഴുതിയിട്ടുണ്ട്. പോയിന്റ് 2 - 1 3 സെലക്ട് ചെയ്തു. ഡയറക്ഷൻ റേഷ്യോസ് 2 3 - 5. കാർട്ടീഷ്യൻ ഫോം ഈസ് x - 2 / 2 y + 1/3 z - 3 / -5. ഓക്കെ, നിങ്ങൾ ഈ സ്ക്രീൻ നോക്കി വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ക്ലിയർ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ ത്രൂ ദി പോയിന്റ് -1 to 1 ആൻഡ് പാരലൽ ടു ദിസ് ലൈൻ. ഇവിടെയും നമ്മൾ കാർട്ടീഷ്യൻ ഇക്വേഷനിലാണ് ആൻസർ എഴുതാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പോയിന്റ് കറക്റ്റാണ്, -1 to 1. ഇപ്പോൾ x1 y1 z1 കറക്റ്റാണ്. ഇനി നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദി ലൈൻ കിട്ടണം. അപ്പോൾ ഗിവൺ ലൈൻ ഇവിടെ ഉണ്ട്, ഇതാണ് ഗിവൺ ലൈൻ. ഇതിൻ്റെ അതേ ഡയറക്ഷൻ ആയിരിക്കും നമുക്ക് കാണേണ്ട ലൈനിൻ്റെ ഡയറക്ഷൻ. പക്ഷേ ഇവിടെ 4 2 3 അല്ല ഈ ലൈനിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഇത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല. നോക്കൂ നിങ്ങൾ, 2x - 1/4 3y + 5/2 അങ്ങനെയല്ലേ ഉള്ളത്. ഇങ്ങനെ വരണം, x - സംതിങ് ഡിവൈഡ് ബൈ a എന്ന് വന്നാൽ അവിടെ വരുന്ന എ ബി സി ആണ് ഡയറക്ഷൻ. ഇപ്പോൾ x - x1 എന്നുള്ള മോഡൽ തന്നെ വരണം, x - x1/a എന്നുള്ള മോഡൽ വരണം. പക്ഷേ ഇവിടെ 2x - 1 എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ലൈനിനെ ഒന്ന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എഴുതണം. അപ്പോൾ അതിനുള്ള മാർഗ്ഗം ഇവിടെ 2 കോമൺ ഫാക്ട് എടുക്കലാണ്. 2 കോമൺ ഫാക്ട് എടുത്ത് എഴുതിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഇവിടുന്ന് 2 കോമൺ ഫാക്ട് എടുത്താൽ 2 × x - ½ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇവിടുന്ന് 2 കോമൺ ഫാക്ട് എടുത്തു, ഇവിടുന്ന് 3 കോമൺ ഫാക്ട് എടുത്തു. ഇവിടുന്ന് ഒന്നും ചെയ്യേണ്ട, നെഗറ്റീവ് മാത്രം എടുത്താൽ മതി. z - z1 എന്നല്ലേ നമുക്ക് വരേണ്ടത്. അപ്പോൾ നെഗറ്റീവ് കോമൺ ഫാക്ട് എടുത്തു, 2 കോമൺ ഫാക്ട് എടുത്തു, 3 എടുത്തു, ഇവിടുന്ന് නෙഗറ്റീവ് എടുത്തു. ഇനി നമുക്ക് x - x1/a വരണം. അപ്പോൾ ഈ 2നെ ഇവിടുന്ന് ഒഴിവാക്കുകയാണ്. ഈ 2നെ എങ്ങോട്ട് എഴുതിയാൽ മതി? /2 എന്ന് എഴുതിയാൽ പോരെ. അപ്പോൾ ഇങ്ങനെ എഴുതി, x - ½ 4 ും 2 ക്യാൻസൽ ചെയ്തു. ഇവിടെ ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല, അപ്പോൾ 2/3 എന്ന് എഴുതി. ഈ 3 ഈ 2ൻ്റെ താഴോട്ട് എഴുതി. ഇവിടെ നെഗറ്റീവോ z - 2/3 ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ വരുമ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണ്. x - x1/a, y - y1/b, z - z1/c. അങ്ങനെ വരുമ്പം ഇതാണ് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ 2/3 - 3. ഇതിന് പറയുന്ന പേരാണ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദി ലൈൻ. അതല്ലാതെ 4 2 3 അല്ല ഡയറക്ഷൻസ്, കാരണം അത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല. ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിൽ വരുമ്പോൾ കിട്ടുന്ന ABC ആണ് ഡയറക്ഷൻസ്. അതുകൊണ്ട് ഇതിൻ്റെ ഡയറക്ഷൻസ് എന്താണ്? 2 2/3 - 3. ഈ 2/3യെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഇത് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വോഷ്യൻ്റ്, ഈ ഒരു ഡിനോമിനേറ്റർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ മൊത്തം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 6 എന്നായിട്ട് മാറും അല്ലേ. 6 ഒന്നാമത്തത് 6 ആയി, രണ്ടാമത്തത് 2 - 9 മൊത്തം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ ഡിനോമിനേറ്റർ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതെന്ന് മാത്രം. ഇത് രണ്ടും പ്രൊപ്പോർഷണൽ നമ്പേഴ്സാണ്. ഇപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് നമുക്ക് ഏത് രൂപത്തിലും എഴുതാം. ഏറ്റവും ലീസ്റ്റ് ഫോമിൽ ഇൻറ്റിജർ ഫോമിലാണ് സാധാരണ എഴുതാറുള്ളത്. അതുകൊണ്ടാണ് ഇൻറ്റിജർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ മൊത്തം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. 6 2 - 9 ഡയറക്ഷൻ റേഷ്യോസ് ആയതുകൊണ്ട് ബ്രാക്കറ്റ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ പോയിന്റ് റെഡി ആയല്ലോ. ഏതാ പോയിന്റ്? നമ്മുടെ പോയിന്റ് -1 to 1, ഡയറക്ഷൻ റേഷ്യോസ് 6 2 - 9. അപ്പോൾ എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരിക? യെസ്, x മൈനസ്, നിങ്ങൾ പറഞ്ഞു നോക്കുക ആൻസർ. x മൈനസ് പറയൂ, x മൈനസ് ഏതാ? x1 എന്ന് പറഞ്ഞാൽ ഇതാണ് x1 y1 z1 പോയിന്റ് അല്ലേ. x മൈനസ് x1 ഡിവൈഡ് ബൈ a എന്ന് പറഞ്ഞാൽ 6 അല്ലേ, ഈക്വൽസ് y മൈനസ് y1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ, 2 ഡിവൈഡ് ബൈ 2 ഈക്വൽസ് z മൈനസ് ഏതാ? z1 1 ഡിവൈഡ് ബൈ -9. ഇതാണ് നമ്മുടെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഇക്വേഷൻ്റെ ആൻസറാണ് ഈ കാണുന്നത്. ഇതാണ് കാർട്ടീഷ്യൻ ഫോം. ഒന്നും പറയാത്തത് കൊണ്ട് ഞാൻ കാർട്ടീഷ്യൻ ഫോമിൽ എഴുതി. ഇനി നമുക്ക് വേണമെങ്കിൽ വെക്റ്റർ ഫോമിൽ എഴുതാൻ പ്രയാസമൊന്നുമില്ല. വെക്റ്റർ എ എഴുതണം, വെക്റ്റർ ബി എഴുതണം, എന്നിട്ട് r = a + λb എന്ന് എഴുതി കൊടുത്താൽ മതി. ഒന്നും പറയാത്തത് കൊണ്ട് ഈ ഒരു ആൻസർ മാത്രം മതിയാവും. വെക്റ്റർ എ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതാ പോയിന്റ് കണ്ടില്ലേ, ഈ പോയിന്റിന് എന്താക്കണം? വെക്റ്ററാക്കി എഴുതണം. -i + 2j + k എന്ന് എഴുതും. വെക്റ്റർ ബി എന്ത് എഴുതണം? ഇതാ 6 2 - 9 ഇല്ലേ, അതിനെ വെക്റ്ററാക്കി എഴുതണം. 6i + 2j - 9k എന്ന് എഴുതും. ഓക്കെ, r = എന്താണ്? a + λb അല്ലേ. അതാ എയും ബിയും റെഡി ആണല്ലോ. എ റെഡി,
ബി റെഡി രണ്ടും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വെക്റ്റർ ഇക്വേഷൻ കിട്ടും. പരീക്ഷയ്ക്ക് ഇക്വേഷൻ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടമുള്ള ആൻസർ എഴുതാം, ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് എഴുതണം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോം എഴുതാം, വെക്റ്റർ ഫോമും എഴുതാം. ഓക്കെ, ഇവിടെ എ കൊടുക്കണം, എയുടെ വാല്യൂ കൊടുക്കണം, ബിയുടെ വാല്യൂ നിങ്ങളിവിടെ കൊടുത്തിട്ട് ആൻസർ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇവിടെ ആൻസറായിട്ട് ഇത് മാത്രം മതി, പ്രത്യേകം ഒന്നും പറയാത്തതുകൊണ്ട് ഞാൻ കാർട്ടീഷ്യൻ ഫോമിൽ എഴുതി നിർത്തിയതാണ്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, 4, 2, 3 അല്ല ഇവിടുത്തെ ഡയറക്ഷൻ റേഷ്യോസ്. ഇവിടുത്തെ ഡയറക്ഷൻ റേഷ്യോസ് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ 2, 2/3, -3 ആണ് ഡയറക്ഷൻ റേഷ്യോസ്. പക്ഷേ നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ ഡിനോമിനേറ്റർ ഒഴിവാക്കിയിട്ട് 6 മൊത്തം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡയറക്ഷൻ റേഷ്യോസ് എഴുതിയതാണ്. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ്റെ ഇടയിലുള്ള ഹോംവർക്കുകൾ നിങ്ങൾ ചെയ്യുക. 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ അതിൻ്റെ ഇടയിൽ നമ്പർ ഇട്ട് തന്നിരുന്നു, അതിൻ്റെ എക്സ്പ്ലനേഷനും ഞാൻ തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ആൻസർ എഴുതി കഴിഞ്ഞാൽ ഒരു പ്രയാസവുമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം 3Dയിലെ ഈ ക്വസ്റ്റ്യൻസ് 1 പോയിൻ്റ് ഫോം മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അത് കൃത്യമായിട്ട് ഇന്ന് തന്നെ പഠിക്കുക. പിറ്റത്തെ ദിവസത്തേക്ക് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഓവർലോഡായിട്ട് മാറും. ഓവർലോഡ് ഒന്നും താങ്ങാനുള്ള കഴിവ് നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടാവില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കൂടുതൽ പരീക്ഷയുടെ തീയതിയൊക്കെ പ്രഖ്യാപിച്ചതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഓരോ ദിവസം എടുക്കുന്നതും കൃത്യമായിട്ട് അന്നത്തെ ദിവസം തന്നെ പഠിച്ച് നോട്ട്സ് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.